എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വൈകിട്ട് കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടല എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതേ പാത്രത്തേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് അവിലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതതിന് ശേഷം അതും ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തോല് ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കടലയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാത്രത്തേക്ക് പിന്നെ ഞാൻ ചേർത്ത് വെക്കുന്നത് അരിയാണ് കേട്ടോ. ഒരു കപ്പ് അരി തന്നെയാണ് ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ മട്ട അരിയാണ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊന്ന് വറവതിന് ശേഷം അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിലും ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇട്ടിട്ട് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചെറിയതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് വറവാവണമെന്നില്ല. ജസ്റ്റ് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 ഇതിലേക്ക് എത്ര മധുരം വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2-3 വെച്ച് എടുത്തിട്ട് ഞാനിതൊന്ന് മെൽറ്റാവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കച്ചറ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വേറെ പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുത്താൽ മതിയാവും. പക്ഷെ അതിൽ കച്ചറ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ടാ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളൊക്കെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കടലയും അരിയും തേങ്ങ ഒക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ വെള്ളം വെച്ചോ, കാരണം പെട്ടെന്ന് വെള്ളമൊക്കെ ഇതായി പോട്ടെ. കാരണം നമ്മൾ അവിലും അരിയൊക്കെ പൊടിച്ചതല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം ആവശ്യമുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏറിനൊന്നും കരുതണ്ട, അതിപ്പോൾ തന്നെ വറ്റിയിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. ചെറു തീയിലിട്ടിട്ട് വേണം കേട്ടോ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലേ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട്. കാരണം അവിൽ ഒക്കെ നല്ല വെള്ളം കുടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിത് ഷേപ്പാക്കിയിട്ട് ഉരുളാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പാക്കിയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അത് കണ്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കയ്യിൽ വെച്ച് ഉരുട്ടെടുക്കാൻ പാകത്തിന് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യാതൊരു നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഉരുളാക്കിയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളൂ. കുറച്ച് റിസ്ക്കുള്ള പണിയാണെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റൊക്കെ ഞാൻ ഉരുളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ മൂടി ഉണ്ടല്ലോ അത് 4 സൈഡ് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ കയ്യിലേക്ക് ഇങ്ങ് കൊട്ടിയാൽ ഇങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോരും. ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഉണ്ടാക്കിയിട്ടൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടുക. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ലൊരു ഷേപ്പാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് അറിയാലോ, കടലയും അവിലും തേങ്ങയും ഒക്കെ അല്ലേ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഒട്ടിയിട്ടോ പരത്തിയിട്ടോ അല്ല ഇങ്ങനെ എന്ത് ഷേപ്പിലാക്കിയാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. അങ്ങനെ അവിലും അരിയൊക്കെ വീട്ടിലുള്ളതിനല്ല. അപ്പോൾ അങ്ങനെ
കടലൊക്കെ കുറച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് വൈകിട്ട് സ്കൂളിട്ട് വരുന്ന സമയത്ത് കഴിക്കാനും പിന്നെ മക്കൾക്ക് നല്ല വലിയവർക്കും കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ളൊരു സാധനം ഇട്ടത്. പിന്നെ നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, നല്ല അടിപൊളിയാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ 2 ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉരുളാക്കി എടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് സ്പീഡാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഒട്ടിയതാണെന്ന് വെച്ചിട്ട് രസമില്ലായൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ.